ഇറാന്റെ ആക്രമണത്തെ ചെറുക്കാൻ രാജ്യം സുസജ്ജമെന്ന് വ്യക്തമാക്കുകയാണ് UAE ഭരണകൂടം. എത്ര നാൾ ആക്രമണം നടന്നാലും പ്രതിരോധിക്കാനുള്ള കഴിവ് രാജ്യത്തിനുണ്ട്. അത് പ്രതിരോധ മേഖലയിലായാലും ഭക്ഷ്യ സുരക്ഷയിലായാലും രാജ്യം എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് എന്നാണ് UAE വ്യക്തമാക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തും, അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമെന്നും UAE സർക്കാർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായിട്ട്. സുരേഷ്, അതിശക്തമായ നിലയിൽ പ്രതിരോധിക്കാൻ ഉറച്ചു തന്നെയാണ് UAE അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം ജനങ്ങളുടെ സുരക്ഷ എന്നതാണ് ഏറ്റവും പ്രാഥമികമായ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പരിഗണന നൽകുന്നത്. എന്തൊക്കെയാണ് UAE സർക്കാർ ഇന്ന് വ്യക്തമാക്കുന്നത്? എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? ദിവിഷ്, യുദ്ധം തുടങ്ങിയതിന് ശേഷം പല വിധത്തിലുള്ള വാർത്തകൾ പല മേഖലകളിൽ നിന്നും കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്താണ് UAE ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവുന്നത്. ഗൾഫ് മേഖലയിൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രാലയം നേരിട്ടൊരു വാർത്താ സമ്മേളനം നടത്തി സാഹചര്യം വിശദീകരിക്കുന്നത് ഇതാദ്യമാണ് സ്ഥാനം. ഇതിൽ ഏറ്റവും പ്രധാനമായി രാജ്യം പൂർണ്ണ സജ്ജമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ രാജ്യം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു വിശദീകരണം കൂടി ആഭ്യന്തര മന്ത്രാലയം നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ആരോഗ്യ മേഖല, അതോടൊപ്പം തന്നെ ഗതാഗത രംഗം, അതോടൊപ്പം മറ്റ് എല്ലാ മേഖലകളിലും വാർത്താവിനിമയം, വൈദ്യുതി, ജലവിതരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ മേഖലകളിലെല്ലാം രാജ്യം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു. മറ്റു മേഖലകളിലേക്കും ഉടൻ സാധാരണ നിലയിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു വിശദീകരണമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ 32,000 വാഹനങ്ങളും അതിലധികം സന്നാഹങ്ങളും എല്ലാമായി രാജ്യം ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. രാജ്യത്തേക്ക് വന്ന് പതിച്ചിട്ടുള്ള മിസൈലുകളുടെ എണ്ണം, അതോടൊപ്പം തന്നെ അവ നശിപ്പിച്ചിട്ടുള്ളതിന്റെ കാര്യമെല്ലാം പറയുന്നുണ്ട്. ഏതാണ്ട് 194 മിസൈലുകളും 812 ഡ്രോണുകളുമാണ് രാജ്യത്തിന്റെ നേരെ ഇറാനിൽ നിന്നും വന്നത്. അതിൽ ആകെ 775 ഡ്രോണുകൾ നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ 57 എണ്ണത്തിന് രാജ്യത്തിന്റെ കടലിലേക്ക് വീണിട്ടുള്ളതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ രാജ്യം പൂർണ്ണ സജ്ജമാണ്. മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നായി 17,000-ഓളം ആളുകളെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചു. 60 വിമാനങ്ങളിലായിട്ടാണ് തിരിച്ചയച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ 80 വിമാനങ്ങൾ സർവീസ് നടത്തും. 27,000-ഓളം പേരെ തിരിച്ചയക്കാൻ രാജ്യം പൂർണ്ണ സജ്ജമാണ് എന്നുള്ള ഒരു വിശദീകരണം കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ നൽകുന്നുണ്ട്. ഏതായാലും UAE പൂർണ്ണ സജ്ജമാണ് എന്ന് UAE ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് വിശദീകരിക്കുകയാണ്. ഇതുവരെ വന്നിട്ടുള്ള 186 ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച 812 ഡ്രോണുകൾ. ആ ബാലിസ്റ്റിക് മിസൈലിൽ 172 എണ്ണത്തിനെയും നശിപ്പിച്ച് 3 എണ്ണം കടലിൽ വീണു എന്നും വിശദീകരിക്കുന്നുണ്ട്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. ഗൾഫ് മേഖല ഒന്നടങ്കം ശക്തമായ നിലയിൽ പ്രതിരോധിക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം UAE തന്നെയാണ് വാർത്താ സമ്മേളനം അറിയിച്ച് ഭരണകൂടം തങ്ങളുടെ നിലപാടുകൾ അറിയിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് UAE ഭരണകൂടം വ്യക്തമാക്കുന്നത്.